ഇന്ന് നമുക്ക് ഇന്നലെ പഠിച്ചതിൻ്റെ ബാലൻസ് നോക്കാം. നമ്മൾ റിക്കിയും ഫാദറും തമ്മിലുള്ള ആർഗ്യുമെൻ്റ് തുടങ്ങാൻ പോകുന്നു എന്നവരെയാണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ബാലൻസ് നോക്കാം. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പം ഫാദർ പറയണം, എന്താ പറയുന്നത്? റോബോട്ട് എന്ന് പറയുന്നത് ഒരു നല്ല അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഡിവൈസാണ്, ഉപകരണമാണ്. അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു, അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നീ നോക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ റിക്കി എന്താ പറയുന്നത്? റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. റിക്കി എന്താ പറയുന്നത്? റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കതൊന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്, വലുതിനേക്കാളും എന്താണ്, നല്ല കാര്യത്തിനേക്കാളും മോശമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഉപദ്രവകരമായ കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? റിക്കി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. റോബോട്ട് ചെയ്യുന്നതെന്നാണ് റിക്കി പറയുന്നത്. അടുത്തത് ഫാദർ പറയാണ്. ഫാദർ എന്താ പറയുന്നത്? യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്ക് തെറ്റുപറ്റി മോനെ, എന്താണ്, നിനക്ക് അറിയില്ല. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്, എങ്ങനെയാണ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാകില്ല എന്ന് പറയാണ്. അപ്പോൾ റിക്കി എന്താ പറയുന്നത്? റിക്കി, ഐ ക്യാൻ എഗ്രി വിത്ത് യു, എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റിക്കി, ഐ ക്യാൻ എഗ്രി വിത്ത് യു. റിക്കി എന്താണ് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇല്ല. അച്ഛൻ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഒരു റോബോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല എങ്കിൽ അതെന്താവും? വലിയൊരു പ്രശ്നമായി മാറുമെന്നാണ് റിക്കി പറയുന്നത്. റിക്കി kept on complaining to his parents about the robot hiding things that outweighed whatever useful things he did. അപ്പോൾ റിക്കി എന്താണ്, അവൻ്റെ പാരൻസിനോട് റോബോട്ടിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. ദാറ്റ് ഔട്ട്വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹീ ഡിഡ്. ഔട്ട്വെയ്ഡ് എന്ന് പറഞ്ഞാൽ കവിഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന നല്ല കാര്യത്തിനേക്കാളും മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കംപ്ലൈൻ്റ് ആണ് റിക്കി എന്ത് ചെയ്തിരുന്നത്? പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. One day, the robot who was whirring past heard the boys' complaints. The robot returned with a pair of Ricky's shoes and some of his clothes. ഒരു ദിവസം ഇതാണ്, the robot who was whirring past heard the boys' complaint. whirring എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോബോട്ടിൻ്റെ ശബ്ദം ഉണ്ടല്ലോ. റോബോട്ട് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, റോബോട്ടിൻ്റെ മൂളിക്കൊണ്ട് പോകുന്ന ഒരു ശബ്ദം. ആ ശബ്ദത്തെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ശബ്ദം ഉണ്ടാക്കി പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് കേട്ടു? ഹിയർഡ് ദ ബോയ്സ് കംപ്ലൈൻറ്റ്. ആരുടെ കംപ്ലൈൻറ്റ്? നമ്മുടെ റിക്കിയുടെ കംപ്ലൈൻറ്റ് കേട്ടു. ദ റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. റോബോട്ട് തിരികെ വന്നു. എന്താണ്? റിക്കിയുടെ ഒരു പെയർ ഷൂസ്, ഒരു ജോഡി ഷൂസും അതുപോലെ തന്നെ അവൻ്റെ കുറച്ച് വസ്ത്രങ്ങളുമായിട്ട് അവൻ തിരികെ വന്നു. ഹിയർ സാർ, ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അപ്പം എന്താണ് റോബോട്ട് പറയുന്നത്? ഹിയർ സാർ, ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ബോദറിങ് യു. ബോദറിങ് എന്ന് പറഞ്ഞാൽ താങ്കളെ വിഷമമാക്കുമെന്ന്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ താങ്കൾക്ക് വിഷമമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുകയാണ്. സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ റോബോട്ടിൻ്റെ ശബ്ദത്തിനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ മെറ്റാലിക് വോയിസിൽ അത് പറഞ്ഞു. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നിനക്കെങ്ങനെ മനസ്സിലാവും? കള്ള എന്ന് വിളിക്കുകയാണ് ആരെ? റോബോട്ടിനെ. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നീ എൻ്റെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? അപഹരിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുകയല്ലേ? വീക്കുകളായി എന്ന് പറഞ്ഞാൽ ആഴ്ചകളായി നീ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുകയല്ലേ കള്ളാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോബോട്ട് എന്താ പറയുന്നത് നോക്കിക്കേ. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. I am a maximum efficiency machine. Were you unaware of it? The robot said with a certain pride. എന്താ പറയുന്നത്? ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഞാൻ എന്താ കണ്ടത്? താങ്കളുടെ സാധനങ്ങളെല്ലാം എവിടെ? സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുക.
തറയിൽ ചിതറി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ കരുതി എന്താണ്, അതൊന്നും താങ്കൾക്ക് വേണ്ടാത്തതായിരിക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതായിരിക്കും. ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്താണ്, എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാത്ത സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. ഒരാൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ മറ്റൊരു ഹ്യൂമൻസിന് ആവശ്യമായിരിക്കുമല്ലോ. അപ്പം എന്ത് ചെയ്യും, രാത്രികളിൽ ഞാൻ എന്ത് ചെയ്യും, അത് എടുത്തുകൊണ്ട് പോയി ആവശ്യമുള്ള മനുഷ്യർക്ക് കൊണ്ട് കൊടുക്കും. അതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് റോബോട്ട് പറയുകയാണ്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാനൊരു മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മാക്സിമം കഴിവുള്ള ഒരു മെഷീനാണ് എന്ന് പറയാണ്. വേർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. അതിനെപ്പറ്റി താങ്കൾക്കറിയോ? ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൈൻ പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി റോബോട്ട് പറയുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. റിക്കി വാസ് അഷേംഡ്. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് treating things as though they were useless. He cared for nothing. Yet there were many people in the world who would have been delighted to have Ricky's things. Unlike him, they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. Rather, it had been programmed extremely well. Ricky was ashamed. റിക്കിക്ക് എന്തായി? നാണക്കേടായി. He had spent all his life treating things as though they were useless. അവൻ്റെ സാധനങ്ങൾ, അവൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്? അതിനെ വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെയാണ് അത് എന്ത് ചെയ്തിരുന്നത്, അവൻ ആ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്. അവൻ ഒന്നിനും ഒരു പരിഗണനയും കൊടുത്തിരുന്നില്ല. Yet there were many people in the world who would have been delighted to have Ricky's things. അന്നാണ് അവൻ മനസ്സിലാക്കുന്നത് എന്താണ്, അവൻ്റെ സാധനങ്ങൾ വരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ ആൾക്കാർ ഈ ലോകത്ത് ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. അവരെന്ത് ചെയ്യും, ആ സാധനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അതുപോലെ വളരെ ശ്രദ്ധാപൂർവമാണ് കൈകാര്യം ചെയ്യുന്നത്. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. അവൻ തിരിച്ചറിഞ്ഞു. എന്താ തിരിച്ചറിഞ്ഞത്? ആ റോബോട്ട് എന്ന് പറയുന്നത് എന്തല്ല, ഇത് തെറ്റായിട്ട് പ്രോഗ്രാം ചെയ്തതോ അല്ലെങ്കിൽ തെറ്റായിട്ട് പ്രവർത്തിക്കുന്നതോ ഒന്നല്ല. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അത് വളരെ നല്ല രീതിക്ക് അല്ലെങ്കിൽ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള നല്ല റോബോട്ടായിട്ടാണ് അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന് ആരും മനസ്സിലാക്കി? നമ്മുടെ റിക്കി മനസ്സിലാക്കി. ലാസ്റ്റ് പാരഗ്രാഫ്. Since then, Ricky decided to become a maximum efficiency boy. He put real care into how he treated his things. He kept them tidy and made sure he didn't have more than what was necessary. And he took a leaf out of the robot's book. With his pocket money, he began to help people and buy needful things for them. എന്താണ്? സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്ന് റിക്കി എന്ത് തീരുമാനിച്ചു? അവനും ഒരു മാക്സിമം എഫിഷ്യൻസി, അവൻ്റെ മാക്സിമം കഴിവുള്ള ഒരു കുട്ടിയായി മാറാനായിട്ട് അവൻ തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ അവൻ്റെ സാധനങ്ങൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ തുടങ്ങി. He kept them tidy and made sure he didn't have more than what was necessary. അതെല്ലാം വൃത്തിയോടെ വെക്കാനും അതുപോലെ അവന് വേണ്ടാത്ത കാര്യങ്ങൾ, അവന് ആവശ്യമായ കാര്യങ്ങൾ മാത്രം അവൻ എടുത്ത് ഉപയോഗിക്കാനും തുടങ്ങി. ആൻഡ് ഹി took a leaf out of the robot books. എന്നിട്ട് എന്താണ് പറയുന്നത്? അവനൊരു ഇല എടുത്തു. എവിടെ നിന്ന്? റോബോട്ടിൻ്റെ ബുക്കിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ റോബോട്ട് ചെയ്തിരുന്ന ആ റോബോട്ടിൻ്റെ നല്ലൊരു ക്വാളിറ്റി അവനവിടെ എടുക്കുകയാണ് അല്ലേ. റോബോട്ട് മാക്സിമം എഫിഷ്യൻസി റോബോട്ടാണെന്ന് പറഞ്ഞു നമ്മളല്ലേ. അപ്പം റോബോട്ടിനെക്കാളും നല്ല രീതിയിൽ ആവാൻ വേണ്ടി ആ റോബോട്ടിൻ്റെ ഒരു നല്ല ക്വാളിറ്റി അവൻ എടുക്കുകയാണ്. അതിനാണ് ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട് ബുക്സ്. റോബോട്ടിൻ്റെ ബുക്കിൽ നിന്നും ഒരു ഇല എടുത്തു എന്ന് പറയുന്നത്. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. പിന്നെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ്റെ പോക്കറ്റ് മണി കൊണ്ട് ആവശ്യമുള്ളവർക്ക്
അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇതാണ് നമ്മുടെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.